ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ ചെന്നു ഭഗവാൻ കെട്ടിപ്പിടിച്ചു ഹിരണ്യകശിപുവിനെ. ആ ഹൃദയം പോലും ഭഗവാൻ എടുത്തു, ഒരു തുള്ളി രക്തം പോലും കളഞ്ഞില്ല. ഇതൊക്കെ കത്തിപ്പോകും അവസാനം ചാരായിട്ട്, അല്ലേ? ആലോചിച്ചു, അത്ര ഭാഗ്യം കിട്ടിയോ നമുക്ക്? ഹിരണ്യകശിപു എന്ത് പറഞ്ഞു? നാരായണ 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 ചൊല്ലരുതെന്നാണെങ്കിലും പറഞ്ഞെന്താ? നാരായണ എന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? അവിടെ ഇപ്പൊ അജാമിളൻ തൻ്റെ ഭഗവാന്റെ നാമം ഓർത്തിട്ടില്ല. നാരായണ എഴുന്നേക്കൂ, നാരായണ നേരെ പോയില്ലേ, എഴുന്നേക്കൂ, നാരായണ വരൂ, ഭക്ഷണം കഴിക്കണ്ടേ, നാരായണ വരൂ, അച്ഛൻ പല്ല് തേപ്പിക്കാം, നാരായണ കുളിക്കണ്ടേ, നാരായണ വരൂ. എത്ര പ്രാവശ്യം നാരായണ പറഞ്ഞത്? അജാമിളന് നല്ല ശക്തിയുള്ള കാലത്ത് അങ്ങനെ വിളിച്ചു. അജാമിളന് വയ്യാണ്ടായപ്പോഴോ നാരായണ വരൂ, അച്ഛൻ്റെ കാലത്ത് തിരുമ്പി തരൂ, നാരായണ അച്ഛൻ്റെ മരുന്നൊന്ന് എടുത്തു തരൂ, നാരായണ അച്ഛന് ഒരു ഗ്ലാസ് വെള്ളം തരൂ, നാരായണ ഇവിടെ വരൂ, അച്ഛൻ്റെ അടുത്തൊന്ന് ഇരിക്കും, അച്ഛനൊന്ന് വീശി തരൂ, നാരായണ അച്ഛന് വയ്യാണ്ടായില്ലോ. എത്ര നാരായണ വിളിച്ചു. ഈ കണക്ക് മുഴുവൻ കൃത്യമായിട്ട് അവിടെ എഴുതി വെച്ചു. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യണ പോലെയാണ് നാമം ജപിക്കുന്നത്. അത് വിചാരിക്കണ്ട, നമ്മൾ അതിനൊന്നും കണക്കെടുത്തിട്ടില്ലെങ്കിൽ അതിനെ കണക്കെടുക്കുന്ന ഒരാളുണ്ട് അവിടെ. കൃത്യമായിട്ട് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്ന എത്ര നാമം ചൊല്ലിയെന്ന്. നാമം ചെല്ലാറുണ്ടോ? അപ്പോഴേക്ക് നമ്മൾ പറയും നേരം കിട്ടിയില്ല, എന്തോരം പണിയായിരുന്നു എന്നറിയോ, നേരം കിട്ടിയില്ല. അന്ന് അവിടെ നിൽക്കുക, എനിക്ക് നേരമുണ്ട്, വേണ്ടത് ചെയ്യാൻ ഞാനിപ്പോൾ എന്ന് പറയും. അങ്ങനെയാണ് യമൻ. എനിക്ക് വേണ്ട നേരമുണ്ട്, അവിടെ നിന്നോളൂ, ഞാൻ വേണ്ട പോലെ കാര്യങ്ങൾ ചെയ്തോളാം. അത് പൂർണ്ണത്രീശൻ്റെ അടുത്ത് സപ്താഹത്തിന് പോയപ്പോൾ ഗോവിന്ദ ഗോവിന്ദ പറഞ്ഞിട്ടുണ്ട്. ആവോ ഗോവിന്ദ ഗോവിന്ദ പറഞ്ഞോ എന്നപ്പോൾ വേണ്ട. അപ്പൊ അങ്ങനെയാണ്. അതുകൊണ്ട് എന്ത് വേണം അത് ആലോചിച്ചത്. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ അജാമിളൻ അങ്ങനെ അറിഞ്ഞാവട്ടെ അറിയാണ്ടാവട്ടെ പല പ്രാവശ്യം നാരായണൻ ചോദിച്ചു. നാരായണൻ ചോദിച്ചു. അവസാനം എന്താ മരണസമയം എടുത്തു. അജാമിളന് മുമ്പിൽ കണ്ടു. ഒരു ദിവസം വയ്യ, തീരെ കിടക്കുകയാണ്, കുട്ടിയെടുത്തൊന്നുമില്ല. അജാമിളൻ അങ്ങനെ കിടക്കണു, തീരെ വയ്യാണ്ടായി. നോക്കുമ്പോൾ പോത്തിന്റെ പുറത്ത് വരിക കുറെ പേര് പടലായിട്ട്. അങ്ങനെ വരണോ, കഴുത്തിലേക്ക് കയറിട്ടു. അജാമിളന് ശരിക്കും മനസ്സിലായി